നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന സുകന്യ നിലവിളക്കൊക്കെ പിടിച്ച് വലതുകാലം വെച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലനും ഗോമതിക്കും ഒക്കെ സന്തോഷമായി. ധർമ്മന് നല്ലൊരു ജീവിതം കിട്ടണം, അതുമാത്രമേ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പൂജാമുറിയിലേക്ക് എന്നിട്ട് വിളക്ക് അവിടെ വെക്കുവാണ്. ആ സമയത്ത് ഇന്ദിരാൻ പറഞ്ഞ് രണ്ടുപേരും കൈകൂപ്പി ഭഗവാനെ നല്ലവണ്ണം പ്രാർത്ഥിച്ചോ, നല്ലൊരു ജീവിതം കിട്ടാനെന്ന് പറയണം. പ്രാർത്ഥിക്കാൻ കൈകൂപ്പി നിന്നെങ്കിലും ധർമ്മന്റെ മനസ്സിൽ ദേവമംഗളമായിരുന്നു. അവിടുത്തെ ഓരോരുത്തരായിരുന്നു അവന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞിരുന്ന മുഖമൊക്കെ. ദൈവമേ, അളിയനും ചേച്ചിക്കും അവർക്കെല്ലാവർക്കും ഭയങ്കര സങ്കടമായി കാണും. അവരൊക്കെ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ട് താനിന്ന് വൈകുന്നേരം വീട്ടിലേക്ക് കയറുമെന്ന് ഓർത്തിരുന്ന ഇങ്ങനെയൊക്കെ ആയല്ലോ, അവർക്കൊരു വേദനയും വിഷമവും ഒന്നും കൊടുക്കരുത് എന്നൊക്കെയായിരുന്നു ധർമ്മന്റെ പ്രാർത്ഥന. അല്ലാതെ തനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും അവൻ പ്രാർത്ഥിച്ചേ. കാരണം ബഹാലിനാണെങ്കിലും ഗോമതി ആണെങ്കിലും തന്റെ കല്യാണം കൂടാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം ധർമ്മന് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ സുകന്യയോട് പറഞ്ഞു, എങ്ങനെയുണ്ട്, വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. സുകന്യ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. എങ്കിലും ഒരു കാര്യം ചെയ്യാം, മോള് വാ, അതേ മുറി ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സുകന്യയുടെ കയ്യിൽ പിടിച്ചങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഇന്ദിരാൻ പറഞ്ഞു, മോളെ അറിയാലോ എല്ലാം പെട്ടെന്നുള്ള ചടങ്ങായതുകൊണ്ട് നിനക്ക് ധർമ്മനോട് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, എന്ത് വിരോധം? അവളും അവളുടെ അച്ഛനും ഒക്കെ പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടല്ലേ ഈ വിവാഹം നടത്തിയത്. നേരത്തെ എല്ലാം കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. അതെ, അതിനെക്കുറിച്ചൊക്കെ ഇനി പിന്നെ പറയാം. ആദ്യം മോള് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റടേ എന്ന് പറഞ്ഞിട്ട് രാജശ്രീ സുകന്യയെ പിടിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ധർമ്മന്റെ മുറിയിലേക്ക് ചെന്നു. മുറിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്, മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഇനി ഇതാണ് നിന്റെ ധർമ്മന്റെ മുറി, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന ഇവിടെയാന്ന് പറയണം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുകന്യ ഒന്ന് നോക്കി. പിന്നീട് ഡ്രസ്സൊക്കെ മാറാനൊക്കെ പറഞ്ഞ് അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് രാജശ്രീ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ധർമ്മന് മുറിയിലേക്ക് വരാൻ പോലും തോന്നിയില്ല. ധർമ്മം നേരെ ആനന്ദന്റെ അച്യുതന്റെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരെയും കൂട്ടി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി മാറി നിൽക്കുകയാണ്. എന്താടാ ധർമ്മ, നിനക്ക് എന്താ പറയാനുള്ളേ? നിനക്ക് സന്തോഷമായില്ലേ? നല്ലൊരു പെൺകൊച്ചിനെ തന്നെ കൃത്യസമയത്തിന് ഞങ്ങൾ എത്തിച്ചു തന്നില്ലേ? കല്യാണം നല്ല ഗംഭീരമായിട്ട് നടന്നു. ആ ഗോമതി സ്റ്റോഴ്സ് ബാലിന്റെ ഉള്ളിൽ ചില മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ കല്യാണം നടക്കല്ലെന്ന്. അതെല്ലാം നമ്മൾ പൊളിച്ചടക്കിയില്ലേ? ആ സമയം ധർമ്മം ചോദിച്ചു, അല്ല ഏട്ടന്മാരെ, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സുകന്യയുടെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ഈ വിവാഹം നടത്തിയെന്ന് ചോദിക്കുക. അതെന്താടാ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? അല്ല, പെട്ടെന്ന് ഇടപെടിയുന്ന ഒരു കല്യാണമായിരുന്നല്ലോ. ഒരുപക്ഷെ പെണ്ണിന്റെ സമ്മതത്തോട് കൂടിയിട്ടാണോന്നോ, അതോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാണോ അവളെ മണ്ഡപത്തിലേക്ക് എത്തിച്ചെന്ന് ചോദിക്കുക. ഹേ, അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ദേട്ടന്മാരെ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്തായാലും കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിൽ അവളെ എന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നെങ്കിൽ അവളുടെ എന്റെയും ജീവിതം തകർന്നു പോകും, അറിയാലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അവളെ വിവാഹം കഴിക്കണമെന്ന്. പെട്ടെന്നൊരു നിമിഷം അവളുടെ കഴുത്തിൽ താലി ആർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ താലി കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ അവൾ എൻ്റെ ഭാര്യ ആവണമെങ്കിൽ അത് എത്ര കാലം കഴിയണമെന്ന് പോലും എനിക്കറിയത്തില്ല. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല എൻ്റെ മാനസികാവസ്ഥയെന്ന് പറയണം. നീ എന്താണ് ധർമ്മം ഇങ്ങനെ പറയണേ? നിനക്ക് വേണ്ടി നിന്റെ ഏട്ടന്മാർ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ആലോചനയല്ലേ? അതൊക്കെ സമ്മതിച്ചു. പക്ഷെ എൻ്റെ മനസ്സും കൂടെ അതിൽ നിന്ന് പാകമാകണ്ടേ? നിങ്ങളൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി അറുത്താൻ പറഞ്ഞ് ഞാൻ താലി കെട്ടി. ഞാൻ ഇതിനു മുമ്പ് അവളെ കണ്ടിട്ടില്ല, എനിക്ക് അവളെ അത്ര പരിചയവും കാര്യങ്ങളൊന്നും പോരാ. പിന്നെ അവളെപ്പോഴൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണമില്ലാതിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, വെറുതെ അവളുടെ ജീവിതം കൂടെ നശിപ്പിക്കണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ അനന്തനും അച്യുതനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതും പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് അനന്തൻ അച്യുതനോട് പറഞ്ഞു, ഇതുവരെ നമ്മൾ ചെയ്ത പ്ലാനിങ്ങളൊക്കെ ഓക്കെ, ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലേ? അതെ, കോമതി സ്റ്റോഴ്സ് ബാല ശരിക്കും നാണം കെട്ടുപോയില്ലേ? അയാൾ ആരാന്ന് അയാളുടെ വിചാരം? അയാൾ വിചാരിച്ചുകൊണ്ടിരുന്നേ കൃഷ്ണമംഗലംകാരെ തോപ്പിച്ചിട്ട് ദേവമംഗലംകാർക്ക് അങ്ങനെ വിലസാന്നായിരുന്നു. പക്ഷേ ഒരു നിമിഷം കൊണ്ടെല്ലാം തകർന്നു പോയി. ബാലിന് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലോ. ഇതാണ് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഏറ്റു. ഇനിയിപ്പോൾ ധർമ്മന് പെട്ടെന്നൊന്നും ഇവിടുന്ന് ഊരിപ്പോകാൻ പറ്റില്ല. കണ്ടില്ലേ, അവൻ വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിവിടെയാ. ഇനിയിപ്പോൾ അവൾ ആ വീട്ടിലേക്ക് പോകുന്നു തോന്നുന്നുണ്ടോ ദേവമംഗലത്തേക്ക്? ഇല്ല. അപ്പൊ ധർമ്മൻ ഇവിടെ തന്നെ നിന്നേ മതിയാവുള്ളൂ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയാണ് ബാക്കി കാര്യങ്ങൾ. ഗോമതിയും ബാലിനൊക്കെ ധർമ്മനെ കാണാനായിട്ട് വേണമെങ്കിൽ നമ്മുടെ കാല് പിടിച്ച് ഇങ്ങോട്ടേക്ക് വരും. അപ്പം നമുക്ക് പണി കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വല്ലാത്ത ടെൻഷനോട് കൂട്ടിയിട്ട് ബാലിനിങ്ങനെ മുറിയിൽ പോയിരിക്കുമ്പോഴത്തേനും ആനന്ദമൊക്കെ അങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ കൽപ്പം സംസാരിക്കാണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ബാലൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താടാ? അത് പിന്നെ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലെന്ന് ആര്യം പറഞ്ഞു. എന്ത്? ശരിക്കും ഇതിനകത്ത് ചതി നടന്നിട്ടുണ്ട് അച്ഛാ.
മാമന്റെ കല്യാണം ചതിയിലൂടെയാണ് നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അച്ഛനൊന്ന് ഓർത്തു നോക്കിയേ. കൃത്യസമയത്തോടെ ഒരു പെണ്ണ് വരിക, പെണ്ണിന്റെ കഴുത്തി മാമനോട് താര കെട്ടാൻ പറയുക. നേരത്തെ എല്ലാം സെറ്റപ്പ് ചെയ്ത് അവർ വെച്ചിരിക്കുമല്ലായിരുന്നോ? ഈ കല്യാണം മുടങ്ങുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പൊ അത് മുടക്കിയതിന്റെ പിന്നിൽ അവർ തന്നെയായിരിക്കും. അവരില്ലാതെ വേറെ ആരും ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ആ സമയം ബാലൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ധർമ്മന്റെ വിവാഹം കഴിഞ്ഞു, അവനൊരു ഭർത്താവായിട്ടിരിക്കുമോ ഇപ്പം. ഇനി ഈ സമയത്ത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ശരിയാന്നേ? നമ്മളെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വട്ടം നാണം കെടുത്തിയിട്ടാ അവരിങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെ മുന്നേ അച്ഛൻ നാണം കെട്ട് തൊലി ഒഴിഞ്ഞ് നിന്നില്ലേ? അതൊക്കെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പുറം ഞങ്ങളിത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരിയെന്ന് പറയണം. ഇതാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ധർമ്മന് നല്ലൊരു ജീവിതം കിട്ടിയിരിക്കുക. അവനായി അവന്റെ ജീവിതമായി. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങളാരും കടന്നു എന്നേക്കല്ല. അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ബാലിനെ സഹിക്കാൻ പറ്റില്ല. എത്ര കാലത്തിന് ശേഷം എന്നറിയാവോ അവൻ്റെ ഒരു വിവാഹ ജീവിതം ഉണ്ടായിരിക്കുന്നേ. അത് തകർക്കാനായിട്ട് ആരും ശ്രമിച്ചേക്കരുത്. നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അത് ധർമ്മനെ ബാധിക്കുന്ന കാര്യമാണ്. അതും കൂടെ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒടുവിൽ ആരിനും ആനന്ദമൊന്നും മിണ്ടാതെ അവരെ കൊണ്ട് പോയി. പിന്നീട് ആകാശം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആര്യം പറഞ്ഞു, ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുള്ളൂ ആനന്ദേട്ടാ. അല്ലെങ്കിലും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. കൃഷ്ണമംഗലക്കാർ വെറുതെ ഇരിക്കുന്നവരല്ല, നമുക്കറിയാലോ. അവർ ചതിയിലൂടെയാണ് ഈ വിവാഹം നടത്തിയിരിക്കുന്നതെങ്കിൽ ഇതിനുള്ള പണി നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കണമെന്ന് പറയാണ്. ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ടാ എൻ്റെ വീട്ടുകാർ ചതിച്ചെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ ബാലേട്ടൻ ചോദിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാ പിള്ളേരൊന്നും മിണ്ടാതെ പോയിരിക്കുന്നേ. അതാ ഗോമതി, നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കണ്ടേ. ധർമ്മന്റെ കല്യാണം കഴിഞ്ഞാൽ അവനാണ്. അവന്റെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൂടാ. അല്ല, അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ ഓർത്ത് എന്ത് പ്രതീക്ഷയോടെ കാത്തിരുന്നല്ലേ. കാരണം മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമായിപ്പോയി. അവൻ മുറിയിലേക്ക് വരും. അവന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന മുറിയായിരുന്നു. അവനും അവൻ്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്ന പെണ്ണിനും പുതിയ കട്ടിലും ബെഡും എല്ലാം മേടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞതിൻ്റെ വിഷമായിരുന്നു. ബാലൻ പറഞ്ഞ്, പേടിക്കണ്ട. ആ നന്ദൻ വന്നിട്ട് പറഞ്ഞു കേട്ടോ, നമുക്കൊരവസരം ഉണ്ടാവും, നമ്മൾ കാത്തിരിക്കണം. എല്ലാം ഭഗവാൻ കൃഷ്ണൻ കാണുന്നുണ്ടല്ലെന്നല്ലേ പറഞ്ഞേ. ഗോമതി പറഞ്ഞു, അതെ, അത് മാത്രം എൻ്റെ മനസ്സിലൊരു ആശ്വാസം. എന്താണെങ്കിലും അവൻ്റെ കല്യാണം നടന്നല്ലോ. നല്ലൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ മതിയായിരുന്നു. ആ പെൺകുട്ടിയുടെ സ്വഭാവം എന്തായിരുന്നു നമുക്കറിയില്ല. അവന് നല്ലൊരു ജീവിതമാണോ കിട്ടുന്നതെന്നും അറിയില്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, രാജശ്രീയുടെ ബന്ധുവാന്നല്ലേ പറഞ്ഞേ? അതെ, രാജശ്രീയൊക്കെ കൂടെ എടുത്ത തീരുമാനമാണെന്ന് തോന്നേ. നേരത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നേ. അങ്ങനെ ബാലൻ എന്ത് ചെയ്തു, ഭയങ്കര വിഷമിച്ചാണ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. പുറത്ത് പോയിന്ന് ബാലൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിലെ ചതി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോൾ ആഹാരം എല്ലാം കഴിച്ചിട്ട് ധർമ്മന് മുറിയിലേക്ക് പോവാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സുഗിനി അങ്ങോട്ട് വന്നു. ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് പാലൊക്കെ ആയിട്ട് സ്ലീവ്ലെസ് കൈയുള്ള ബ്ലൗസൊക്കെ ഇട്ട് സാരിയൊക്കെ ചുറ്റി ഭയങ്കര മോഡേൺ ആയിട്ടാണ് സുഗിനി അങ്ങോട്ടേക്ക് വന്നത്. ധർമ്മനാണെങ്കിലോ അങ്ങോട്ട് നോക്കാൻ പോലും തോന്നിയില്ല. ധർമ്മന്റെ മനസ്സ് നിറയും ദേവമംഗലമായിരുന്നു. ദേവമംഗലത്തിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ധർമ്മന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇതിനു മുമ്പ് ധർമ്മന് അറിയാം. അങ്ങനെ സുഗന്യ വന്ന് പാല് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ധർമ്മനെ പിടിച്ച് കഴിയുമ്പോൾ ധർമ്മനെ ഇങ്ങനെ മുഖോർത്ത് സുഗന്യയെ നോക്കുകയാണ്. ഇതാ പാലെന്നൊക്കെ പറഞ്ഞു അവിടെ വെച്ചേക്കാൻ പറയാണ്. പക്ഷെ ധർമ്മന് കൂടുതലായിട്ട് അവളോടൊന്നും ചോദിക്കാനായിട്ട് പോയില്ല. ആ സമയം സുഗന്യ പറഞ്ഞു, അല്ല എന്നോടെന്താന്നും മിണ്ടാത്ത, എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ധർമ്മൻ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? കുട്ടി ഈ വിവാഹത്തിന് സമ്മതിച്ച ആടേലും നിർബന്ധത്തിന് വഴങ്ങിയാണോ, അതോ എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണോ? എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ പോലൊരു പെൺകുട്ടി കടന്നു വരണമെങ്കിൽ അതിൻ്റെ പിന്നെ തക്കതായി എന്തെങ്കിലും ഒരു കാരണം കാണും. എൻ്റെ ചേട്ടന്മാരുടെ ചതിയാണോന്ന് എനിക്കറിയില്ല. അവരെന്ത് പറഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണേന്ന് പറയണം. അത് കേട്ടപ്പോൾ സുഗന്യൊന്നും മിണ്ടിയില്ല. സുഗന്യൊന്നും മിണ്ടാൻ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ധർമ്മന് മനസ്സിലായി എന്തൊക്കെയോ ചതികൾ നടന്നിട്ടുണ്ട്. അതാണ് കാര്യം. ആ സമയത്ത് ധർമ്മൻ പറഞ്ഞു, അല്ല കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്, കയറി കിടന്നു. അറിയാലോ എൻ്റെ മനസ്സിന് നല്ല ടെൻഷനുള്ളൊരു ദിവസമാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതൊന്നും ഇപ്പം സുഗന്യക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നൊക്കെ പറഞ്ഞു. സുഗന്യാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുകയാണ്. കാരണം ധർമ്മനെ കാണുന്ന പോലും ഇന്ന് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നൊരു ചെറുപ്പക്കാരനാണ്. ഇനി എങ്ങനെയായി തീരും, എങ്ങനെ എന്തായി തീരുമെന്ന് സുഗന്യയ്ക്കും അറിയത്തില്ല. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് സുഗന്യ വന്നത് പോലും. അതേ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ധർമ്മനും. ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നു. ബാലൻ എന്തായാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ബാലനും രാമേട്ടനും ഒക്കെ ചേർന്നിട്ട് കൃഷ്ണമംഗലംകാരുടെ ചതി തിരിച്ചറിയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നാളെയാണോ മറ്റന്നാളാണെന്ന് അറിയത്തില്ല കേട്ടോ. എന്നാലും നമുക്ക് കാത്തിരിക്കാം. പോരാത്തതിന് ഇപ്പോൾ 2 ദിവസമായിട്ട് കഥയൊക്കെ താമസിച്ച് വരുന്നതുകൊണ്ട് ഞാൻ ഉച്ചയൊക്കെ ആകുമ്പത്തേനും ആയിരിക്കും കേട്ടോ ബാലൻ്റെയും ഗോമതിയുടെ ഒറിജിനൽ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അത് കാണാനായിട്ട് എല്ലാവരും കയറി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്. നന്ദി.